ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്ലാസ് തന്നെയാണ് കേട്ടോ. ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിലാണ് കേട്ടോ ഞാനിന്നിവിടെ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചവരായിരിക്കും, അപ്പോൾ പഠിച്ചവരൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. ജനുവരിയിലെയും ഫെബ്രുവരി 2 എഡീഷനുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് അത്രയാണ് നമ്മൾ ക്ലാസ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുവരേക്കുള്ളത് നമുക്കിന്ന് മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്ത് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ ആണ് അല്ലേ. പുതിയ കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ ആണ്. അദ്ദേഹം 40ാമത് ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. 40ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സൗമൻ സെൻ എന്ന് പറയുന്നത്. ഇതിന് മുന്നേ അത് ആരായിരുന്നു? അത് നിതിൻ മധുക്കർ ജാംദാർ ആയിരുന്നു അല്ലേ. അപ്പോൾ 40ാമതാണെന്നുള്ളത് 14th ആണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമേത്? ഇന്ത്യയാണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നേടിയത് ആർക്കാണ് ഈ വർഷത്തെ ഹരിവരാസന പുരസ്കാരം നേടിയിട്ടുള്ളത്? അത് തിരുവിഴ ജയശങ്കറിനാണ് ലഭിച്ചിട്ടുള്ളത്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ 2026 ഹരിവരാസന പുരസ്കാരം ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? തിരുവിഴ ജയശങ്കറിനാണ്. 2026 സർഗപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2026 സർഗപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. താഴെ കൊടുത്തവരിൽ പത്മവിഭൂഷൺ ലഭിച്ചതിൽ തെറ്റിയത് ഏതാണ്? മമ്മൂട്ടിയാണ് അല്ലേ. മമ്മൂട്ടിക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? പത്മഭൂഷണാണ് ലഭിച്ചിരിക്കുന്നത്. ഡോക്ടർ എൻ രാജം, VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ് എന്നിവർക്ക് പത്മവിഭൂഷണാണ് ലഭിച്ചിട്ടുള്ളത്. അതൊക്കെ നന്നായിട്ട് പത്മ അവാർഡ്സൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. എന്തായാലും 10th ലെവൽ പ്രിലിംസിന് എന്തായാലും അത് ഉറപ്പാണ്. നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റ് PT ഉഷയാണ് നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടിയതിൻ്റെ റെക്കോർഡ് കരസ്ഥമാക്കിയത് ആരുടെ പേരിലാണ്? രോഹിത് ശർമ്മയാണ് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 650 6 ആണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ 6 നേടിയതിൻ്റെ റെക്കോർഡ് ആരാണ് കരസ്ഥമാക്കിയത്? രോഹിത് ശർമ്മയാണ്. കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത ജില്ല ഏതാണ്? കോട്ടയമാണ് കേട്ടോ. കോട്ടയമാണ് കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത ജില്ല. താഴെ കൊടുത്തിരിക്കുന്നവരിൽ അശോക ചക്രം ലഭിച്ചത് ആർക്കാണ്? ശുഭാംശു ശുക്ലയ്ക്കാണ് അശോക ചക്രം ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ അത് പത്മ അവാർഡ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രശാന്ത് ബാലകൃഷ്ണന് കീർത്തി ചക്രയാണ് ലഭിച്ചിരിക്കുന്നത്. വിപിൻ വിൽസൺ, K ദിൽന എന്നിവർക്ക് എന്താണ് ലഭിച്ചിരിക്കുന്നത്? ശൗര്യ ചക്രയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക കേട്ടോ. കിട്ടുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? KSRTCയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരാണ്? മോഹൻലാലാണ് നമ്മുടെ KSRTCയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഗ്രാസ മാർഷലിനാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. ഇപ്പം തന്നെ പഠിച്ചോട്ടോ, ചോദ്യം ഉറപ്പാണ്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് ഗ്രാസ മാർഷലിനാണ്. അടുത്തത്, ഉഡായി അവതരിപ്പിച്ച ആധാറിൻ്റെ ചിഹ്നമായ ഉദയ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? അരുൺ ഗോകുലാണ് ഉദയ് എന്ന് പറഞ്ഞിട്ടുള്ള ആധാറിൻ്റെ ചിഹ്നമായിട്ടുള്ള ഉദയ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം സ്ഥാപിതമായത് എവിടെയാണ് ആദ്യത്തെ വർക്ക് നിയർ ഹോം സ്ഥാപിതമായത്? കൊട്ടാരക്കരയാണ് കേട്ടോ. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം സ്ഥാപിതമായിരിക്കുന്നത് കൊട്ടാരക്കരയാണ്. രാജ്യത്ത് വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടൽ ഏതാണ്? പൻഗുഡിയാണ് കേട്ടോ. തെറ്റിപ്പോകല്ലേ. പൻഗുഡിയാണ് നമ്മുടെ രാജ്യത്ത് വനിതാ ശിശു വികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സുതാര്യത, പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഡിജിറ്റൽ പോർട്ടൽ. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദിയാണ് കോവളം. ഇപ്പോൾ തന്നെ പഠിച്ചോളൂ. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കോവളം.
ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്റ്റ് ആരംഭിക്കുന്നത് കേട്ടോ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? KG ശങ്കരപിള്ള. മറന്നു പോകല്ലേ, 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപിള്ളയ്ക്കാണ്. സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രദീപ് ഓർക്കാട്ടേരിയുടെ കൃതി ഏതാണ്? പുല്ലരി മധുരം എന്ന കൃതിക്കാണ് കേട്ടോ സംസ്ഥാന ബാലശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പുല്ലരി മധുരം ആരാണ് എഴുതിയത്? പ്രദീപ് ഓർക്കാട്ടേരിയാണ് കേട്ടോ. പ്രദീപ് ഓർക്കാട്ടേരി പുല്ലരി മധുരം. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെ വെച്ചിട്ടാണ്? 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് സ്കോട്ട്ലാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ. സ്കോട്ട്ലാൻഡിൽ വെച്ചിട്ട് ജൂലൈ മാസത്തിലാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത്. മണ്ണിലെ പോഷക ഗുണങ്ങൾ കണ്ടെത്താനുള്ള ഉപകരണം ഏതാണ്? മണ്ണിലെ പോഷക ഗുണങ്ങൾ കണ്ടെത്താനുള്ള ഉപകരണമാണ് ന്യൂട്രി എന്നാണ് മണ്ണിലെ പോഷക ഗുണങ്ങൾ കണ്ടെത്താനുള്ള ഉപകരണം കേട്ടോ. ന്യൂട്രി അതിൻ്റെ പേര് ഒത്തിരിക്കണേ. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സവിശേഷ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം സവിശേഷ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാജ്യത്ത് ആദ്യമായി ഒരു പൊതു ബജറ്റിൻ്റെ കൂടെ വയോജന ബജറ്റ് കൂടെ പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണ്? വേറൊന്നുമല്ല, നമ്മുടെ കേരളമാണ്. രാജ്യത്തെ ആദ്യമായി ഒരു പൊതു ബജറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വയോജന ബജറ്റ് കൂടെ പുറത്തിറക്കുകയാണ് കേരളം. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പദ്ധതികൾ ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് 2 ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആരുടെ ബുക്കാണ്? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആരുടെ ബുക്കാണ്? മനോജ് മുകുന്ദ് നരവരെയുടെ ബുക്കാണ് കേട്ടോ. ആദ്യത്തെ മുൻ കരസേനാ മേധാവിയുടെ ബുക്കാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. അപ്പം നിലവിലെ ആരാണ്? ഉപേന്ദ്ര ത്രിവേദിയാണ് കേട്ടോ. ഉപേന്ദ്ര ത്രിവേദിയാണ് നിലവിലെ കരസേനാ മേധാവി എന്ന് പറയുന്നത്. അമർപ്രീതി സിംഗ് ആണെങ്കിൽ വ്യോമമാണ് കേട്ടോ. വ്യോമസേനാ മേധാവിയാണ് അമർപ്രീത് സിംഗ് എന്ന് പറയുന്നത്. ദിനേശ് കെ ത്രിപാഠി ആണെങ്കിൽ നാവികസേനാ മേധാവിയാണ് കേട്ടോ. നാവികസേനാ മേധാവിയാണ് നിലവിലെ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തന്നെ പഠിച്ചിട്ട് പോകാം കേട്ടോ. ഉപേന്ദ്ര ത്രിവേദി ഏതാണ്? നിലവിലെ കരസേനാ വകുപ്പ് മേധാവിയാണ്. അമർപ്രീത് സിംഗ് ആണെങ്കിൽ വ്യോമസേനാ വകുപ്പ് മേധാവിയാണ്. ദിനേശ് കെ ത്രിപാഠി നാവികസേനാ വകുപ്പ് മേധാവിയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാണ്? 2026 ജനുവരി 23 കേട്ടോ. കേരളത്തിലെ ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ സർക്കാർ പ്രഖ്യാപിച്ചതെന്നാണ് 2026 ജനുവരി 23. സമഗ്ര നഗരനയം നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം? സമഗ്ര നഗരനയം നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ. സമഗ്ര നഗരനയം നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസ് ഏതാണ്? കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസ് ഏതാണ്? ഭാരതാണ് കേട്ടോ. ഭാരതാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസ് എന്ന് പറയുന്നത്. കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഒരു പദ്ധതി നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അക്ഷരമാരോഗ്യം. ഇനി അടുത്ത പദ്ധതിയാണ്. കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സ്നേഹം ആണ് കേട്ടോ. സ്നേഹം ഓർത്തിരിക്കണേ. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ് കേട്ടോ. 2026 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? കാർഷിക വർഷമായിട്ടാണ് അവർ ആചരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാണ്. കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം അറ്റൻഡ് ചെയ്തവർ എത്ര മാർക്ക് കിട്ടിയെന്നും 30ൻ്റെ ആൻസറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു. ഒരു കാര്യം കൂടെ കേട്ടോ, നല്ല ചൂട് കൂടിയും കൊണ്ടിരിക്കുകയാണ്.
നമ്മളുടെ മക്കൾ ചെറിയ വീട്ടിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ അവർക്ക് ദാഹിക്കുന്നില്ലെങ്കിലും കഞ്ഞിവെള്ളമായിട്ടും ഉപ്പിട്ടിട്ട് കഞ്ഞിവെള്ളമായിട്ടും അതുപോലെ തന്നെ വെള്ളം കൊടുക്കാനും ആരും മറക്കരുത് കേട്ടോ. പിന്നെ പുറത്തൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിൽ, നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പാത്രങ്ങളിൽ വെള്ളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാമ്പിൻ്റെ ശല്യമൊക്കെ രൂക്ഷമാണ്, അപ്പോൾ കുറച്ച് വിട്ട് വെക്കുക. ഇനി അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് അങ്ങനെ കുടിച്ചിട്ട് അവരതിൻ്റെ വഴിക്ക് പോയിക്കോളും. പിന്നെ അതുപോലെ തന്നെ മുറ്റത്ത് ഒരുപാട് വെള്ളം തളിച്ചിടുക, ചൂടാണെന്ന് വിചാരിച്ചിട്ട് മുറ്റത്ത് എപ്പോഴും വെള്ളം ഒഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. പിന്നെ വീടിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് വേസ്റ്റൊക്കെ കൂടി കിടക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്യുക കേട്ടോ. അപ്പം നന്നായിട്ട് കൂടി വരുന്നൊരു സാഹചര്യം, ചൂടും കൂടി വരികയാണ്, പാമ്പിൻ്റെ ശല്യം ഒരുപാട് കൂടി വരികയാണ്. കുഞ്ഞു മക്കൾക്ക് വെള്ളം കൊടുക്കാൻ ആരും മറക്കരുതേ. ആരും മറക്കില്ല എന്നറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കിങ്ങനെയൊക്കെയാണ്, എൻ്റെ ഈ വീഡിയോയിലൂടെയാണ് എനിക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.